വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തില്ല. KL ശർമ്മയാണ് അമേഠിയിൽ സ്ഥാനാർത്ഥി. രാവിലെ റായ്ബറേലിയിൽ എത്തുന്ന രാഹുൽ ഉച്ചയോടെ പത്രിക നൽകും. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകും. രഞ്ജിത്ത്, രാഹുൽ ഗാന്ധി എപ്പോഴാണ് പത്രികാ സമർപ്പണത്തിനെത്തുന്നത്? ഒപ്പം അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ സന്നദ്ധനാകാത്തത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കില്ലേ? പാർവതി, അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KL ശർമ്മ, ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ KL ശർമ്മയാകും അമേഠിയിൽ മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ വിവരം. അതായത് കഴിഞ്ഞ 2 ദിവസമായി രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുലെങ്കിലും UP യിൽ ഏതെങ്കിലും 2 മണ്ഡലത്തിൽ എവിടെയെങ്കിലും മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യ മുന്നണി അടക്കം UP യിൽ വലിയ പോരാട്ടം BJPക്കെതിരെ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ രാഹുലിന്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ആളുകളുടെ അസാന്നിധ്യം വലിയ തോതിൽ തിരിച്ചടിയാകും എന്നാണ് കോൺഗ്രസ് അത്തരത്തിൽ കരുതുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. രാഹുലും പ്രിയങ്കയും ആദ്യഘട്ടത്തിൽ വിസമ്മതം അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രിയങ്ക മത്സരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. താൻ ദേശീയതലത്തിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകും എന്നാണ് പ്രിയങ്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അമേഠിയിൽ KL ശർമ്മയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അമേഠിയാണ് രാഹുൽ ആദ്യം പരിഗണിച്ചിരുന്നത് രാഹുലിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അമേഠിയിലെ സാഹചര്യം രാഹുലിന് തൽക്കാലം അനുകൂലമല്ല എന്ന വിലയിരുത്തലിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തിയത്. തുടർന്നാണ് റായ്ബറേലി, സോണിയാഗാന്ധി തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന, കഴിഞ്ഞ തവണയും സോണിയാഗാന്ധി UP യിൽ കോൺഗ്രസ് ജയിച്ച ഏക സീറ്റായ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനമുണ്ടാകുന്നതും അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചതും. ഇന്ന് 10:15 അതായത് ഏതാണ്ട് 1.25 മണിക്കൂറിനകം രാഹുൽ റായ്ബറേലിയിൽ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുലിനൊപ്പം ഉണ്ടാകും. KC വേണുഗോപാൽ അടക്കം രാഹുലിനൊപ്പം ഉണ്ടാകും. തുടർന്ന് റോഡ് ഷോ അടക്കം ഉണ്ടാകുമെന്ന സൂചനകൾ കൂടിയുണ്ട്. 12 മണിക്ക് ശേഷമാകും രാഹുൽ പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് നമുക്കറിയാം, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാനുള്ള ദിവസം ഇന്നാണ്. 2004 മുതൽ തുടർച്ചയായി 3 തവണ ജയിച്ച അമേഠിയിൽ രാഹുൽ മത്സരിക്കണം എന്ന വാദം കോൺഗ്രസിൽ ഉയർന്നിരുന്നു. ഇന്നലെ രാത്രി വൈകിയും തീരുമാനമാകാതെ വന്നതോടെ അമേഠിയിലും റായ്ബറേലിയിലും രാഹുലിന്റെ കൂറ്റൻ ഫ്ലക്സുകൾ പാർട്ടി പ്രവർത്തകർ ഉയർത്തിയിരുന്നു. കൂടുതൽ ഫ്ലക്സുകളും ബാനറുകളും മറ്റും ഈ 2 സ്ഥലങ്ങളിലേക്കും എത്തുന്നു എന്ന വിവരങ്ങളടക്കം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വൈകിയും തീരുമാനത്തിൽ രാഹുൽ എത്തിയിരുന്നില്ല വളരെ കൃത്യമായി. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഒരു അന്തിമ ചിത്രം വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിന് UP അഭിമാന പോരാട്ടമാണ്. ഇന്ത്യ മുന്നണി രൂപീകരിച്ചുള്ള ഒരു മത്സരം അവിടെ നടക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ഉണർവ് പാർട്ടിക്ക് സമ്മാനിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്, UP യിലെ പ്രവർത്തകർ വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ 2 സ്ഥലങ്ങളിൽ രാഹുൽ മത്സരിച്ചു. വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിക്കുമ്പോൾ 2ഇടത്തും ജയിച്ചാൽ എന്താകും സാഹചര്യം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തൻ്റെ അടുപ്പക്കാരോട് രാഹുൽ പറഞ്ഞു വെച്ചിരിക്കുന്നതും വയനാട് വിടാനുള്ള താല്പര്യക്കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ പലപ്പോഴും മത്സരം റായ്ബറേലി അല്ലെങ്കിൽ UP യിൽ മറ്റൊരു സ്ഥലത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ പാർട്ടി തലത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് കൃത്യമായി തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ പോലും റായ്ബറേലി പോലെ കോൺഗ്രസിന്റെ തട്ടകത്തിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ രാഹുൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാർവതി, ശരി. രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഇന്ന് ഉച്ചയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രൻ. മറ്റൊരു വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ കോടതി ആവശ്യപ്പെട്ട തെളിവുകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിരുന്നില്ല. ഇതിനിടെ CMRLന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം ചെയ്തെന്ന ആരോപണം തള്ളി വിജിലൻസ് രംഗത്ത് വന്നിരുന്നു. VV വിനോദ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. വിനോദ്, കേസ് എപ്പോഴാണ് പരിഗണിക്കുന്നത്? ഒപ്പം കുഴൽനാടന്റെ ആരോപണം നേരത്തെ തന്നെ വിജിലൻസ് തള്ളിയിരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ഏറ്റവും ഒടുവിൽ മാത്യു കുഴൽനാടൻ നിലപാടെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസപ്പടിക്ക് ആധാരമായ രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമായും കോടതി ചോദിച്ചത് KMML-ഉം CMRL-ഉം തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നതിന് എന്ത് തെളിവാണ് കൈവശമുള്ളത്, അതോടൊപ്പം തന്നെ കരിമണൽ കടത്തി എന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ, അത് ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ മറവിൽ കരിമണൽ കടത്തിയെന്നാണ്. ഇത് അടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദാംശങ്ങൾ തേടിയത്. ഇത് കഴിഞ്ഞ തവണ
ഏറ്റവും നിർണായകമായ ഈ തെളിവുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിരുന്നില്ല. അതേ തുടർന്നാണ് പിന്നീട് കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി കോടതി മാറ്റിവെച്ചത്, ഈ ഹർജി മാറ്റിവെച്ചത്. മാത്യുവിനോട് കൂടുതൽ ആവശ്യപ്പെട്ടുള്ളത് ഈ ആരോപണത്തിന് അടിസ്ഥാനമായ കാര്യങ്ങളാണ്. അതേസമയം വിജിലൻസ് ആകട്ടെ ഈ മാത്യുവിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ്. റവന്യൂ രേഖകൾ ഹാജരാക്കിയാണ് ഇത്തരത്തിൽ മണൽ കടത്ത് നടന്നിട്ടില്ല എന്ന കാര്യം വിജിലൻസ് സ്ഥാപിക്കുന്നത്. വിജിലൻസ് കോടതിയും ഈ കാര്യത്തിലാണ് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ സമയം വേണമെന്ന് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ കഴിഞ്ഞ തവണ കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കൂടുതൽ രേഖകൾ ഹാജരാക്കുന്നതിന് ഈ കേസിൽ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഹർജിയിൽ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിന് കൂടുതൽ അനുവദിച്ചത്. ഇന്ന് ഈ കേസിൽ ഒരു അന്തിമ വിധിയാണ് പ്രതീക്ഷിക്കുന്നത്. പാർവതി, ശരി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് VV വിനോദ്. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് തുടരുകയാണ്. ഉഷ്ണതരംഗ ജാഗ്രതയെ തുടർന്ന് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കടുത്ത ചൂടിലാണ് പാലക്കാട് അടക്കമുള്ള ജില്ലകൾ. കഴിഞ്ഞ ദിവസം തന്നെ വീടിനകത്ത് കിടന്നയാൾക്ക് വരെ പൊള്ളലേൽക്കുന്ന സാഹചര്യമുണ്ടായി. വഴിയോര കച്ചവടക്കാരും അടക്കമുള്ളവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 40 ഡിഗ്രിക്ക് മുകളിലാണ് ഏതാനും ദിവസമായി പാലക്കാട് ജില്ലയിലെ താപനിലയുള്ളത്. മറ്റു ജില്ലകളിലും മറ്റ് 3 ജില്ലകളിൽ കൂടി ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം ഭവാനിപ്പുഴയിൽ തമിഴ്നാട് അപ്പർ ഭവാനി ഡാം തുറന്നതോടെ വെള്ളമെത്തിയത് നേരിയ ആശ്വാസമുണ്ടായിരുന്നു. പോഷക നദികളെല്ലാം ജലസമൃദ്ധമായിട്ടുണ്ട്. ഇത് കൃഷിക്കും ഒപ്പം കുടിവെള്ളത്തിനും ഉപകരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൂട് കണക്കിലെടുത്ത് അവധി നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഉഷ്ണതരംഗ ജാഗ്രതയെ തുടർന്ന് പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്കാണ് തിങ്കളാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഈ വിനേഷ് കുമാറിലേക്ക് തിരികെ വരാം. മറ്റൊരു വാർത്തയ്ക്ക് പോകേണ്ടതുണ്ട്. പീഡന പരാതിക്ക് പിന്നാലെ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസും സർക്കാരും തമ്മിൽ പോരുമുറുകുന്നു. ധനമന്ത്രിക്കും പോലീസിലും രാജ്ഭവനിലേക്ക് വിലക്കേർപ്പെടുത്തി. അതൃപ്തരായ 2 രാജ്ഭവൻ ജീവനക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് പരാതിക്ക് പിന്നിലെന്നാണ് രാജ്ഭവന്റെ നിലപാട്. ആരോപണം അടിസ്ഥാനരഹിതമെന്നും സത്യം വിജയിക്കുമെന്നും CV ആനന്ദബോസ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്നും ER രാഗേഷ് വിവരങ്ങൾ നൽകും. ER, തെരഞ്ഞെടുപ്പ് കാലത്ത് പുതിയൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നു. എന്താണ് പരാതിയിൽ പറയുന്നത്? രാജ്ഭവന്റെയും CV ആനന്ദബോസിന്റെയും പ്രതികരണം എങ്ങനെയാണ്? പാർവതി, പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെയാണ് പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ആദ്യം പോലീസ് ഔട്ട് പോസ്റ്റിൽ ഈ പരാതി നൽകിയെന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് ഈ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വീണ്ടും പരാതി നൽകുകയായിരുന്നു. യുവതി പറയുന്നത് പ്രകാരം, ഈ പരാതിയിൽ പറയുന്നത് പ്രകാരം 2 തവണ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ 24-ാം തീയതി തൻ്റെ ദേഹത്ത് സ്പർശിക്കാൻ ശ്രമിച്ചു. പിന്നീട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ജോലി സംബന്ധമായ കാര്യത്തിനായി വിളിപ്പിക്കുകയും ഒപ്പം സൂപ്പർവൈസറുടെ ഒപ്പമാണ് താൻ അവിടെ എത്തിയത്. പക്ഷേ പിന്നീട് സംസാരം തുടരുന്നതിനിടയിൽ സൂപ്പർവൈസറെ അവിടെ നിന്ന് പുറത്തു പോകാൻ ഗവർണർ ആവശ്യപ്പെട്ടു. അതിനുശേഷം തൻ്റെ രാത്രി ഫോൺ ചെയ്യാമെന്ന് ഗവർണർ തന്നോട് പറഞ്ഞു. അത് നിഷേധിച്ചപ്പോൾ ശരീരത്തിൽ കടന്നു പിടിക്കുന്ന സമീപനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്ന് താൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. തുടർന്നാണ് ഈ യുവതി പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരം മോശം പെരുമാറ്റം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകാം, ജോലി സംബന്ധമായ അത്തരമൊരു വാഗ്ദാനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുകൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിനുശേഷമാണ് പോലീസ് ഔട്ട് പോസ്റ്റിലും പിന്നീട് പോലീസ് സ്റ്റേഷനിലും എത്തി യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ആരോപണമായി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്, തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം പല വിഷയങ്ങളിലും സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പ്രത്യേകിച്ച് സന്ദേശഗിരി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരായ നിലപാട് ഗവർണർ CV ആനന്ദബോസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ നടപടി ഗവർണർക്കെതിരെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ
രാജ്ഭവനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി തങ്ങിയത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് റാലികൾക്കായാണ് പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിൽ എത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ആരോപണ വിധേയനാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി, ഒരു കാലതാമസവും ഇല്ലാതെ കൃത്യമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്നൊരു ആവശ്യം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ പ്രതികരണം വന്നിട്ടുണ്ട്. രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ 2 താൽക്കാലിക ജീവനക്കാർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വിമർശനം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ വിഷയം മാറുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് പോലീസ് ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. ഏതായാലും നിലവിൽ ഗവർണർക്ക് പരിരക്ഷ അടക്കമുണ്ട് ഗവർണർ പദവിക്ക്. അപ്പോൾ പോലീസിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന കാര്യം നിർണായകമാണ്. പോലീസ് ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. പാർവതി, പീഡന പരാതിക്ക് പിന്നാലെ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസും ബംഗാൾ സർക്കാരും തമ്മിലുള്ള പോര് മുറുകുകയാണ്. വിവരങ്ങൾ നൽകിയത് ER രാഗേഷ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. अक्षय तृतीया ने ये कर चुके हैं जी। कर्नाटक में उनकी सरकार थी, रातों रात कर्नाटक के सारे मुसलमान को बैकवर्ड बना दिया। ना बैकवर्डनेस का सर्वे हुआ, ना कोई कमीशन बना, धर्म के आधार पर सारे लोगों को बैकवर्ड घोषित कर दिया और उनको रिजर्वेशन भी दिया। अब ये रिजर्वेशन जो कटा वो ओबीसी का ही कटा है। इसी तरह से आंध्र प्रदेश में, संयुक्त आंध्र में जब उनकी सरकार थी, मुसलमानों को रिजर्वेशन दे दिया। तो ये किसका कटता है? ST SC OBC का ही कटता है। जब ये बात मैंने कही कि हम ये धर्म के आधार पर रिजर्वेशन को समाप्त कर देंगे, तो मेरे वीडियो को तोड़ मरोड़ कर जनता के सामने पेश किया जी। आज आपने प्रेस कॉन्फ्रेंस भी की। राहुल गांधी के राजनीति के अंदर कांग्रेस की कमान संभालने के बाद राजनीति का स्तर सतत सातत्यपूर्ण तरीके से राहुल गांधी गिरा रहे हैं। संसद में आप बहस नहीं कर सकते हो, शोर शराबा करना, बहिष्कार कर देना, बोलने नहीं देना, डिबेट में हिस्सा नहीं लेना और बाहर निकलकर प्रेस करना कि हमारे साथ अन्याय हो रहा है। क्या समझते देश की जनता को? देश की जनता ये सब नहीं जानती है। देश की जनता ये सब चीजें बहुत अच्छे तरीके से जानती है। लोकतंत्र में हेल्दी डिबेट होनी चाहिए। जब ये कैंपेन की शुरुआत हुई थी पिछले कुछ महीनों से सरकार इकोनॉमी की बात कर रही थी। കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ CPM കൌൺസിലർ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ 7 മാസമായി ജയിലിലാണ് അരവിന്ദാക്ഷൻ. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ജാമ്യാപേക്ഷ എപ്പോഴാണ് പരിഗണിക്കുന്നത്? ഈ ജാമ്യാപേക്ഷയെ ED എതിർക്കാൻ സാധ്യതയുണ്ടോ? പാർവതി, കഴിഞ്ഞ 7 മാസമായിട്ട് അരവിന്ദാക്ഷൻ ജയിലിലാണ്. ഇതുമായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ EDയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സതീഷ് കുമാറിനെ ബിനാമിയാക്കിക്കൊണ്ട് അരവിന്ദാക്ഷൻ നിരവധി തട്ടിപ്പുകൾ നടത്തി എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനെ തുടർന്നാണ് അരവിന്ദാക്ഷനെ റിമാൻഡിലാക്കിയത്. അതിനുശേഷം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. തുടർന്നാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ഈ കഴിഞ്ഞ 7 മാസമായും അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നില്ല. നിരവധി കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ്, പ്രത്യേകിച്ചും വടക്കാഞ്ചേരി കൗൺസിലറായിരുന്ന CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന അരവിന്ദാക്ഷന് ഓണററി മാത്രമുള്ള അരവിന്ദാക്ഷൻ എങ്ങനെയാണ് 50 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന്റെ പേരിൽ ബാങ്കിലേക്ക് വന്നത് എന്ന കാര്യമാണ് ED അന്വേഷിച്ചത്. മാത്രമല്ല, കിരൺ നടത്തിയ 24 കോടി രൂപ തട്ടിപ്പിൽ അതിൽ 25 ലക്ഷം രൂപയും അരവിന്ദാക്ഷൻ കൈപ്പറ്റിയിരുന്നു എന്നൊരു ആരോപണവും ED ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഈ സതീഷ് കുമാറാണ് അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം നിക്ഷേപിച്ചത്. സതീഷും അരവിന്ദാക്ഷനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ED സതീഷ് കുമാറിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയിരുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ED ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഓണറേറിയം മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്, പിന്നെ എവിടുന്നാണ് ഇത്രയധികം സമ്പാദിക്കാനുള്ള സാഹചര്യമുള്ളത്? തട്ടിപ്പ് നടത്തുകയാണ് എന്ന് മനസ്സിലായിട്ടും തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനമായും റിമാൻഡ് റിപ്പോർട്ടിൽ അരവിന്ദാക്ഷനെതിരെ ED സൂചിപ്പിച്ചിരുന്നത്. അതുമാത്രമല്ല, ഈ നിരവധി തട്ടിപ്പുകളുടെ രേഖകൾ ED പുറത്തു കൊണ്ടുവന്നിരുന്നു. അതും ഇതിന് പിന്നാലെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത്രയധികം സമ്പാദ്യം നടത്തിയത്, കൃത്യമായ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ രേഖകളോ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളോ ഒന്നും അരവിന്ദാക്ഷൻ ഹാജരാക്കിയില്ല എന്നൊരു ആരോപണവും ED ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ജാമ്യാപേക്ഷയെ ED എതിർക്കാനുള്ള സാഹചര്യം ഏറെയാണ്. ഇന്ന് 11:30 കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ 7 മാസമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരവിന്ദാക്ഷൻ ജയിലിൽ തന്നെ തുടരുകയാണ്. പാർവതി, ഞാൻ മറ്റൊരു കാര്യം, മാസപ്പടി കേസിൽ ഇന്നും ED CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ കഴിഞ്ഞ ദിവസങ്ങളിലും ചോദ്യം ചെയ്തിരുന്നു. ഇത് എന്തൊക്കെ വിവരങ്ങളാണ് ED തേടുന്നത്? മാസപ്പടി കേസിലെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ED നിരന്തരം CMRL ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയക്കുന്നു. അവർ ഹാജരാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. നേരത്തെ തന്നെ KSIDCയും CMRLും തമ്മിലുള്ള ഇടപാട് എന്ത് എന്ന് പരിശോധിക്കാൻ ED ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതേസമയം KSIDC ഇതിൽ നിന്നും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? സുതാര്യമാവുകയല്ലേ ഒരു സ്ഥാപനം ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു. എന്നിരുന്നാലും CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇനിയും തുടരുകയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പ്രത്യേകിച്ചും എക്സാലോജിക് എന്ന കമ്പനിയിൽ CMRLും തമ്മിൽ നടത്തിയ ഇടപാട് എന്ത് എന്ന് വ്യക്തമാക്കുന്നതുവരെ ഇതിനിടയിൽ വീണ വിജയനെതിരെ CMRL ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരുന്നു എന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നിരുന്നാലും ED ഈ കടുത്ത നിലപാട് തന്നെ CMRL ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ തുടരുകയാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. MM വർഗീസ് കഴിഞ്ഞ ദിവസം ഹാജരാക്കുമെന്ന് അറിയിച്ചിരുന്നു. അതേസമയം അദ്ദേഹത്തിന് ഹാജരാകില്ല എന്നാണ് അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ED ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയെങ്കിലും ഹാജരാകില്ല എന്ന് MM വർഗീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും അതേ തുടർന്നുള്ള നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും MM വർഗീസിനെ കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇൻകം ടാക്സ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി 1 കോടി രൂപ പിൻവലിച്ചതിനെ തുടർന്ന്, അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്നും 1 കോടി രൂപ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ബാക്കിയാണ്. അത് 5 കോടി രൂപ ആ അക്കൗണ്ടിലുണ്ട്. ആ അക്കൗണ്ട് ഇൻകം ടാക്സ് മരവിപ്പിക്കുന്നു. അതിലേക്ക് പണം തിരിച്ചടയ്ക്കാൻ എത്തുന്ന MM വർഗീസിനെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുന്നു. നിയമോപദേശം തേടിയിട്ടാണ് താൻ ഈ പണം അടയ്ക്കാൻ എത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ബാങ്കിലെ KYC രേഖകൾ പൂർണ്ണമല്ല, KYC രേഖകളിൽ അവ്യക്തതയുണ്ടായെന്നൊരു നിലപാടിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നിലകൊള്ളുമ്പോൾ അത് ബാങ്ക് അധികൃതരുടെ ഉദാസീനത മൂലമാണ്, അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ മൂലമാണ് സംഭവിച്ചത് എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വം. ഞാൻ തുടരണം. ഒപ്പം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവിറക്കുന്നുണ്ട്. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും അടക്കം നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവിറക്കുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്നും സർക്കാരിന് നിയമത്തിൽ മാറ്റം വരുത്താനാകില്ലെന്നുമാണ് ഹർജിക്കാരുടെ പ്രധാന വാദം. സംയുക്ത സമിതിയുടെ ബഹിഷ്കരണം ഇന്നും തുടരും. ആജ്ഞ, ഈ കേസിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? പാർവതി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ പുതുക്കിയ നടപടിക്രമങ്ങൾ നില നിന്ന് പോകുന്നതല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ജീവനക്കാരും, അതായത് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ഉടമകളും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പുതുക്കിയ നിയമം അനുസരിച്ച് 15 വർഷം
പഴക്കമുള്ള വണ്ടിയിൽ ടെസ്റ്റ് എടുക്കാൻ കഴിയില്ല. അതുപോലെ എച്ച് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതുക്കിയ നിയമസാധ്യതകൾ ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. കേന്ദ്ര മോട്ടോർ വകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന പുതിയ സർക്കുലർ എന്നാണ് ഈ ജീവനക്കാരുടെയും മോട്ടോർ വാഹന ഉടമകളുടെയും ഹർജി. അതുകൊണ്ട് തന്നെ അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. പലയിടത്തും 30 പേർക്ക് നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെ ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറേണ്ടതുണ്ട്. പലയിടത്തും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഇതുമായി പ്രതിഷേധിച്ചിരുന്നു. ലൈസൻസ് എടുക്കാൻ അല്ലെങ്കിൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിലെത്തിയ ആളുകളെ തടയുന്നു, പോലീസുമായി ഇതിൽ വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇന്നലെ സംസ്ഥാനത്ത് അരങ്ങേറിയതാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഇന്നും തുടരാം. ഇന്ന് എന്തായാലും വിധിയെ ഹൈക്കോടതി എന്ന് പറയുന്നു. പ്രത്യേകിച്ചും കൗസർ ഇടപ്പകത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് അതിൽ വിധി പറയുന്നത്. അതുകൊണ്ട് തന്നെ കോടതി എന്ത് പറയുന്നു എന്നുള്ള കാര്യത്തിൽ സൗഹൃദം വീക്ഷിക്കുകയാണ് കേരളമൊട്ടാകെ. പാർവതി, ശരിയാണ്. വിവരങ്ങൾ നൽകിയത് ആജ്ഞ രവീന്ദ്രൻ. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും അടക്കം നൽകിയ ഹർജിയിലാണ് ഉത്തരവിറക്കുക. വിവരങ്ങൾ നൽകിയത് ആജ്ഞ രവീന്ദ്രൻ. ഇപ്പോൾ തിരുവനന്തപുരത്ത് മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധനാ കേന്ദ്രത്തിൽ പ്രതിഷേധമുണ്ട്. അവിടെ നിന്ന് ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഇന്നും ബഹിഷ്കരണം തുടരുകയാണോ? എന്തൊക്കെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്? ഇന്നലത്തേതിന് സമാനമായ പ്രതിഷേധം തന്നെയാണ് എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുമ്പിലും, ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുമ്പിലും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഈ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാനാവില്ല, മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ പുതിയ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുള്ളത്. അവർ ഇന്നലത്തെ എല്ലാ പ്രതിഷേധവും യൂണിയനുകളുടെ തന്നെ പിന്തുണയോടെ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലത്തേതിന് സമാനമായ തരത്തിൽ വലിയ മുദ്രാവാക്യം വിളികളോ പ്രതിഷേധങ്ങളോ ഒന്നും ഇല്ല എങ്കിലും ആരും തന്നെ ടെസ്റ്റിന് വേണ്ടി അകത്തേക്ക് കടന്നിട്ടില്ല. ഗേറ്റിന് മുമ്പിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് മുട്ടത്തറയിലെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷന്റെ മുമ്പിലാണ്. ഇവിടെ ഈ സ്റ്റേഷന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. മറ്റ് പ്രതിഷേധങ്ങളൊന്നും ഉയർന്നിട്ടില്ല എങ്കിലും ഗേറ്റിന് മുകളിൽ മുഴുവൻ യൂണിയനുകളുടെ, തൊഴിലാളി യൂണിയനുകളുടെ കൊടികൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് പിന്തുണയുമായിട്ടാണ് അത്തരത്തിൽ ഈ യൂണിയനുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യൂണിയനുകൾ ഇന്നും അവർക്ക് പിന്തുണയുമായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ അതിനു മുമ്പിൽ ഒരു തരത്തിലും ആ പുതിയ സംവിധാനങ്ങളോടെ പരിഷ്കാരം നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല എന്ന നിലപാടുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നലത്തേതിന് സമാനമായ പ്രതിഷേധമാണോ ഇന്നത്തെ? അങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള സാവകാശം തരണം. ഒരിക്കലും ഡ്രൈവിംഗ് സ്കൂളുകാരും തന്നെ ഇതിനകത്തുള്ള പുതിയ രീതിയിലോട്ട് ആരും എതിർപ്പല്ല കാണിക്കുന്നത്. അതിന് സമയം അനുവദിക്കണം. ഓരോന്നിനും അതിന്റെ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു സമയം തരണം. അതിനുപകരം എല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പൊ അതിനെന്തായാലും ഇതിന്റെ പേരിൽ സ്ലോട്ടുകൾ കംപ്ലീറ്റ് അവർ പിൻവലിച്ചു. ആർക്കും സ്ലോട്ടുകൾ കൊടുക്കുന്നില്ല. എന്നിട്ട് പുതിയ സ്ലോട്ടുകൾ എടുത്ത് പുതിയ ആൾക്കാരെയാണ് അതിനകത്ത് കയറ്റുന്നത്. നമുക്കുള്ള സ്ലോട്ടുകൾ തരുന്നില്ല, ആർക്കും പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ മാക്സിമം അവർ കവർ ചെയ്തിട്ടിരിക്കുക. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് അവർ പറയുന്ന രീതിയിൽ കോടികൾ ചെലവാക്കിയുള്ള ഓരോ പരിഷ്കാരവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള സംവിധാനം നമ്മളിൽ ഇല്ല. ഇപ്പൊ ഇന്നലെ തന്നെ ഓരോ ചാനൽ ചർച്ചയിലൊക്കെ പറയുന്നത് കേട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എന്തുകൊണ്ട് ഇത്രയും രൂപ മുടക്കി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ രൂപീകരിച്ചുകൂടാ, അവർക്ക് പുതിയ വാഹനങ്ങൾ ഇറക്കിക്കൂടാ, അവർക്ക് പുതിയ രീതി അനുസരിച്ച് വണ്ടി ഓടിപ്പിച്ചുകൂടാ എന്നൊക്കെ ഇന്നലെ ചാനൽ ചർച്ചയിലൊക്കെ ഇന്നലെ ഒത്തിരി പേര് പറയുന്നത് കേട്ടു. അതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഇന്നലെ ഏഷ്യാനെറ്റിലെ അവതാരകം പറയുന്ന കേട്ടു 14,000 രൂപ ഫീസ് വാങ്ങുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് അവർക്ക് 1,455 രൂപ ലേണേഴ്സ് ഫീസ് അടച്ചാൽ ബാക്കി പൈസ സ്കൂളുകാരനാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് എന്തുകൊണ്ട് പുതിയ ഗ്രൗണ്ടുകൾ രൂപീകരിച്ചുകൂടാ, പുതിയ ടെസ്റ്റ് രീതിയിൽ വന്നുകൂടാ, പുതിയ വാഹനങ്ങൾ ഇറക്കിക്കൂടാന്ന്? അവർക്ക് ഈ 14,000 രൂപ വാങ്ങുന്നവര് 1,455 രൂപ ലേണിംഗ് ഫീസ് അടച്ചാൽ ബാക്കി പൈസ അവരെ വീട്ടിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ഈ വരുന്നവർക്ക് അവർ ടെസ്റ്റിന് കയറുന്ന ആ സമയം വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അവർക്ക് കൊടുക്കണം. അവർക്കുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു
തന്നെയാണ് അവിടെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ആ കിട്ടുന്ന ക്യാഷ് അവിടെ തന്നെയാണ് നമ്മൾ ചെലവാക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തുച്ഛമായ വരുമാനമേ നമുക്ക് അതിനകത്ത് ബാലൻസ് വരുള്ളൂ. പക്ഷെ ഇന്നലെ അയാള് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫീസ് വാങ്ങുമ്പോൾ നിങ്ങളുടെ ഈ സാവകാശം എന്ന് പറയുമ്പോൾ എത്ര നാളത്തെ സാവകാശമാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ്? സാവകാശം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരുപാട് കാലത്തെ സാവകാശം നമ്മൾ പറയുന്നില്ല. പക്ഷേ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരു ലോൺ തരാനായിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മുന്നോട്ട് വരണം. അതിനാരും തയ്യാറല്ല. എല്ലാവർക്കും നമ്മളെടുക്കുന്ന ലോണുകൾ മൊത്തവും മാർവാടികളാണ്. മാർവാടികൾ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ 1 രൂപ പലിശ കൊടുക്കേണ്ടടുത്ത് 5 രൂപ പലിശ നമ്മൾ കൊടുത്താണ് ഓരോ പഴയ വാഹനങ്ങൾ പോലും നമ്മൾ ഇറക്കുന്നത്. നമുക്ക് ഒരു ബാങ്കുകാരും നമുക്കൊരു ലോൺ തരുന്നില്ല. പിന്നെ ഇവരെല്ലാം കൂടെ നമ്മളെ പുനരധി എല്ലാ കാര്യങ്ങളും പരിഷ്കരിച്ചുള്ള രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അതിനുള്ള ഇൻകവും കൂടെ ഉണ്ടാക്കണം. അതിന്റെ ഒരു സോഴ്സ് നമുക്ക് ഉണ്ടാകണം. സർക്കാർ മാക്സിമം ഞാൻ ഒരു കാര്യം കേൾക്കട്ടെ, നമ്മൾ ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചിറക്കുന്നു. ഇപ്പൊ SLC വരെ അല്ലെങ്കിൽ +2 ഡിഗ്രിയോ ഏതായിരുന്നാലും കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിറക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് എക്സാം എഴുതാനായിട്ടൊരു പോയിന്റ് ആരാ കൊടുക്കേണ്ടത്? സർക്കാരാണ് കൊടുക്കേണ്ടത്, അല്ലേ? നമ്മൾ ബാക്കിയുള്ള എല്ലാ സൊല്യൂഷൻസും അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഗ്രൗണ്ട് ആ സർക്കാർ തന്നെ കൊടുക്കണം. ഓക്കെ, ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്തെത്തുന്നത്. എന്തായാലും തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധിയായ അനു ബാറ്റിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഇന്നലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുയർന്നിരുന്നു. ഇന്നും സമാനമായ സാഹചര്യം. മുമ്പോട്ട് എങ്ങനെയായിരിക്കും ഈ പ്രശ്നത്തെ നേരിടുക? യൂണിയനുകളുടെ ഒരു നിലപാട് എന്തായിരിക്കും? യൂണിയനുകളുടെ സംയുക്തമായുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടെസ്റ്റ് ബഹിഷ്കരിക്കാൻ തിരികെ 4/2024 ഇന്നലെ പറഞ്ഞല്ലോ 4/2024 എന്നുള്ള സർക്കുലർ പിൻവലിക്കുന്നവരെ ഞങ്ങളുടെ മേഖലയിൽ നിന്നും ഇത് ടെസ്റ്റിന് കയറുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഇന്ന് ചർച്ച നടക്കാൻ ചാൻസ് ഉള്ളതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കോടതിയിലാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 10 മണിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മുടെ എല്ലാവരും ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമുക്ക് കോടതി വിധിയിൽ നമുക്ക് ഇന്ന് അനുകൂലമായിട്ട് നേടുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. കോടതി വിശ്വാസമുണ്ട് പൂർണ്ണമായും. ഏതായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ. ഒരു തരത്തിലും ഈ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതോടൊപ്പം തന്നെ യൂണിയനുകളും നിലപാട് ഉറപ്പിച്ചിരിക്കുകയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള വിധിയാകും ഉത്തരവാകും ഈ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുക എന്നതിലാണ് ഇനി ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അത്തരത്തിൽ ടെസ്റ്റ് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ സാന്നിധ്യം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുമ്പിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. മുട്ടത്തറ ഗ്രൗണ്ടിൽ ഇന്നും പ്രതിഷേധമുണ്ട്. ഡാൻ കുര്യൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, മറ്റൊരു വാർത്തയിൽ കൂടി വിശദാംശങ്ങൾ നൽകണം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തമ്പാനൂരിൽ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് CCTV ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മെമ്മറി കാർഡ് കൈക്കലാക്കിയ ആളെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തമ്പാനൂർ പോലീസ്. ഡാൻ കുര്യൻ, KSRTC കോംപ്ലക്സിലെ CCTVയിലടക്കം ദൃശ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഈ ദൃശ്യം ശേഖരിക്കാത്തത് അന്വേഷണത്തെ വഴിമുട്ടിക്കില്ലേ? സ്വാഭാവികമായി അതിന് തന്നെയാണ് സാധ്യത. കാരണം തമ്പാനൂരിലെ KSRTC യാർഡിലായിരുന്നു യദു കൃഷ്ണൻ എന്ന ഡ്രൈവർ ഓടിച്ചിരുന്ന അന്ന് ഈ വിവാദമുണ്ടായ ദിവസം ഓടിച്ചിരുന്ന വാഹനം പാർക്ക് ചെയ്തിരുന്നത്. ആ വാഹനത്തിനുള്ളിൽ നിന്നാണ് DVRനുള്ളിലെ മെമ്മറി കാർഡ് അപഹരിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ വിശദമായ പരിശോധന കണ്ടെത്തിയത്. അതിനു പിന്നാലെ KSRTC നൽകിയ പരാതിയെ തുടർന്നാണ് തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സംഘത്തിന്റെയും വിരലടയാള വിദഗ്ധരുടെയും നേതൃത്വത്തിൽ ബസ്സിനുള്ളിലും പുറത്തും വ്യാപകമായ പരിശോധന നടത്തിയത്. പക്ഷേ ആ പരിശോധനകളിലൊന്നും മെമ്മറി കാർഡ് ആരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നത് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല തമ്പാനൂരിലെ KSRTCയുടെ യാർഡിനുള്ളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ നേരിടുന്ന തിരിച്ചടി. സ്വാഭാവികമായി മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് KSRTC ബസ്സിനുള്ളിൽ വെച്ച് അന്ന് സംഭവിച്ചത് എന്ന കാര്യവും മേയർ ആര്യ രാജേന്ദ്രൻ മുമ്പോട്ട് വെച്ച വാദങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളും കണ്ടെത്തുന്നതിന് പ്രയാസമായി വരും. സ്വാഭാവികമായി അതൊരു തർക്കങ്ങളിലേക്ക് തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം സമാന്തരമായ നിലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും ആ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് പുരോഗമിക്കുന്നത്. അത് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണം ഇനി നേരായ ദിശയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസും. ഡാൻ, മറ്റൊരു കാര്യം, രാഷ്ട്രീയ വിവാദമായി ഈ മേയർ KSRTC ഡ്രൈവർ തർക്കം കത്തിക്കയറുമ്പോൾ ഗതാഗത മന്ത്രിയുടെ നിലപാടെന്താകും? ഈ ഡ്രൈവറെ സർവീസിൽ തിരികെ എടുക്കണമെന്ന ആവശ്യം കൂടി നിലനിൽക്കുകയല്ലേ?
സ്വാഭാവികമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വ്യക്തമാക്കി. ഇതുവരെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. അതിനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹം ഡ്രൈവറെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഉള്ള സാധ്യത വിരളമാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ വിവാദം ഉണ്ടായ സമയം മുതൽ തന്നെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഡ്രൈവർക്കെതിരായ നടപടിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. എടുത്തുചാടി അങ്ങനെ ഒരു നടപടിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന നിലപാട് ഗതാഗത മന്ത്രി സ്വീകരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ അതിൽ കൃത്യമായ ഒരു വിയോജിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറെ മാത്രം ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിൽ ഗതാഗത മന്ത്രിക്ക് വിയോജിപ്പുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വന്നത്. എന്തായാലും KSRTC ഇന്റേണൽ മാനേജ്മെന്റിന്റെ അന്വേഷണവും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം വേണം എന്ന കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. रही थी जो चीजें अभी आपने बताई, इसकी बात करके जनता के बीच जा रही थी। पहले चरण के बाद ये देखा गया कि थोड़ा ये तुष्टिकरण की ओर मुड़ा, थोड़ा हिंदू मुसलमान हुआ। आप लोगों ने कांग्रेस के मैनिफेस्टो को अटैक किया और प्रधानमंत्री ने राजस्थान में एक रैली में कहा कि जो है कांग्रेस का मैनिफेस्टो में अर्बन नक्सल की महक है, इसमें माओइस्ट वो ख्याल दिखाई देता है। तो ये कहां से आया? 12:30 बजे के पहले एनडीए 400 पार कर जाएगी, मोदी जी फिर से प्रधानमंत्री होंगे। जो लोअर टर्नआउट है इसके बहुत सारे कारण हैं। 12 साल के बाद मतदाता सूची का शुद्धिकरण हुआ है, एक। दूसरा कारण है कि सामने से कोई लड़ाई ही नहीं है, जिसके कारण टर्नआउट पर एक प्रकार से इफेक्ट होता है। मगर हमारी पार्टी की टीम ने, मैंने स्वयं बहुत डिटेल एनालिसिस किया है। हम 2 चरण में 100 पार कर 100 से भी कई अधिक सीटें जीत के साथ आगे बढ़ रहे हैं तीसरे चरण में। तो मुझे 400 पार के लक्ष्य में कोई ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം വിവാഹിതയായി. ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. രാജു ഗുരുവായൂർ വിവരങ്ങൾ നൽകും. ഗുരുവായൂരിൽ നിന്നും രാജു ഗുരുവായൂരുണ്ട്. വിവരങ്ങൾ. പാർവതി താരദമ്പതിമാരായ ജയറാം പാർവതിയുടെ മകൾ മാളവിക ജയറാമാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര നടയിലെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹിതയായത്. പാലക്കാട് നെന്മാറ സ്വദേശി നവനീത് ഗിരീഷാണ് വരൻ. ഇന്ന് രാവിലെ 6:30 വിവാഹം. ഇന്നലെ തന്നെ വധുവരന്മാരുടെ ടീം ഗുരുവായൂരിൽ എത്തിയിരുന്നു. രാവിലെ ജയറാം ദമ്പതിമാർ ക്ഷേത്രത്തിലെത്തി താലി പൂജിച്ച ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് വാഹനത്തിൽ എത്തിയ ഇവർ തെക്കേ നടപ്പന്തലിലൂടെ നടന്നാണ് വരനും വധുവും ക്ഷേത്ര നടയിലെത്തിയത്. കൂടാതെ രാവിലെ 6:15 7 മണിക്കും ഇടയ്ക്കായിരുന്നു മുഹൂർത്തം. ജയറാം പാർവതി ദമ്പതിമാരുടെ വിവാഹവും ഇവിടെ വെച്ച് തന്നെയാണ് നടന്നത്. 1992 സെപ്റ്റംബർ 22-നായിരുന്നു അത്. മകളുടെ വിവാഹവും ഇവിടെ വെച്ച് നടത്താനായ സന്തോഷത്തിലാണ് താരദമ്പതികൾ. സുരേഷ് ഗോപിയും ഭാര്യയും വിവാഹ മണ്ഡപത്തിൽ എത്തിയിരുന്നു. കുടുംബാംഗങ്ങളും വിശിഷ്ട വ്യക്തികളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ഏകദേശം 7 മണിയോടുകൂടി ഇവർ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി വീണ്ടും തിരിച്ചുപോയി. അതാണ് ഗുരുവായൂർ അപ്പനെ വണങ്ങിയ ശേഷമാണ് ഇവർ തിരിച്ചുപോയത്. പാർവതി. ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം ഇന്ന് പുലർച്ചെ ഗുരുവായൂരിൽ വെച്ച് വിവാഹിതയായി. വിവരങ്ങൾ നൽകിയത് രാജു ഗുരുവായൂർ.
ആലപ്പുഴയിൽ മാലിന്യം തള്ളുന്നത് ചിത്രീകരിച്ച യുവാക്കളെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. തണ്ണീർമുക്കം സ്വദേശികളായ 2 പേരാണ് പിടിയിലായത്. ആലപ്പുഴ നോർത്ത് സിഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ശരണ്യ സ്നേഹജനുണ്ട് ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, എപ്പോഴാണ് പ്രതികളെ പിടികൂടിയത്? പോലീസ് എന്താണ് പറയുന്നത്? പാർവതി, അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ സംഭവത്തെ നോക്കിക്കണ്ടിരുന്നത്. കാരണം 2 യുവാക്കളെ, അതായത് ആലപ്പുഴ പാതിരപ്പള്ളിക്ക് സമീപം കക്കൂസ് മാലിന്യം റോഡരികിൽ തള്ളാൻ ശ്രമിച്ച വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കാൻ ശ്രമിച്ച 2 ചെറുപ്പക്കാരാണ് ഇന്നലെ കഴിഞ്ഞ തിങ്കളാഴ്ച വാഹനം ഇടിച്ച് കൊലപ്പെടുത്താനായി ശ്രമിച്ചത്. ഈ സംഭവത്തിൽ ഈ ചെറുപ്പക്കാർക്ക് ഗുരുതരമായ പരിക്ക് 2 പേർക്കും ഏൽക്കുകയും ചെയ്തിരുന്നു. 1 കിലോമീറ്ററോളം ഈ മാലിന്യം കൊണ്ടുവന്ന വാഹനത്തിലെ ആളുകൾ ഇവരെ പിന്തുടർന്നാണ് ലോറി ഇടിച്ച് ദേശീയപാതയിൽ ഈ 2 ചെറുപ്പക്കാരെയും വിടുന്നത്. ഈ സംഭവത്തിൽ പോലീസ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ആലപ്പുഴ നോർത്ത് സിഐ സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രതികളെ പിടിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പേരുവിവരങ്ങൾ പുറത്തുവിടാനാകും. തണ്ണീർമുക്കം സ്വദേശികളാണ് പിടിയിലായത്. മാത്രമല്ല ഇവരുടെ വാഹനം, അതായത് ഈ ടാങ്കർ ലോറി ഇവർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോറിയിൽ വിവിധ ഇടങ്ങളിലായി ഇവർ മാലിന്യം തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമായ വിവരം. കളറുകോടത്തെ ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച മാലിന്യമാണ് പാതിരപ്പള്ളിയിലെ റേഡിയോ സ്റ്റേഷന് മുന്നിലുള്ള ദേശീയപാതയിൽ ഇവർ തള്ളിയത്. മാത്രമല്ല ഇവരുടെ വാഹനം പോലീസ് സീസ് ചെയ്ത് ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പ്രതികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇന്നലെ വാഹനം ഇടിച്ച് കഴിഞ്ഞ ദിവസം പരിക്കേറ്റ 2 ചെറുപ്പക്കാരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പ്രതികളെ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി പേരുവിവരങ്ങൾ നമുക്ക് പുറത്തുവിടാനാകും. എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ്. ദേശീയപാതയോരത്ത് ദേശീയപാതയിൽ തന്നെ 2 യുവാക്കളെ ഇത്തരത്തിൽ ആ നമ്പർ പ്ലേറ്റ് ചിത്രീകരിച്ചതിന്റെ പേരിൽ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. നോർത്ത് പോലീസ് വധശ്രമത്തിനാണ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. പാർവതി, ആലപ്പുഴയിൽ യുവാക്കളെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തണ്ണീർമുക്കം സ്വദേശികളായ 2 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ശരണ്യ സ്നേഹജൻ. അമേരിക്കൻ ക്യാമ്പസുകളിലെ ഇസ്രായേൽ അനുകൂല പ്രകടനങ്ങളിൽ പ്രതികരിച്ച് വൈറ്റ് ഹൌസ്. സമരം ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. അതേസമയം കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തെറ്റെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. പ്രസിഡന്റ് ആദ്യമായിട്ട് ഇന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. അദ്ദേഹം അമേരിക്കൻ സ്റ്റുഡൻസിനോട് പറഞ്ഞത് ഇതാണ്: സമരം ചെയ്യാനുള്ള എല്ലാ മൗലിക അവകാശങ്ങളും ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈ രാജ്യത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. എന്നാൽ അതിനെ വയലൻസ് ആക്കാനോ, ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യാനോ, പൊതു സ്വത്ത് നശിപ്പിക്കാനോ, കോളേജിന്റെ സ്വത്തുകൾ നശിപ്പിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ശക്തമായി നേരിടും. എന്നാൽ ഈ വയലൻസും ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിന്റെ ഇസ്രായേലിനോടുള്ള ഒരു സ്റ്റാൻഡിന് ഒരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ല എന്നുള്ള ഒരു ദൃഢമായ സ്റ്റേറ്റ്മെന്റ് ആണ് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിരിക്കുന്നത്. വ്യത്യാസം ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ 300-ലധികം ആൾക്കാർ ഇവിടെ സ്റ്റുഡൻസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അത് 2000-ലധികം സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് എനിക്ക് ഇവിടുന്ന് പറയാനുള്ളത്. ആ 2000-ലധികം സ്റ്റുഡൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ലോകമാകമാനം അറിയപ്പെടുന്ന ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ എന്നുള്ള ഒരു പ്രത്യേകതയാണ് അതിനകത്തുള്ളത്. പ്രത്യേകിച്ചും കൊളംബിയ യൂണിവേഴ്സിറ്റി, ടെക്സസ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പോർട്ട്ലൻഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള UCLA യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ, അങ്ങനെയുള്ള പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഈ അറസ്റ്റുകൾ മുഖ്യമായിട്ടും ഭരിച്ചിരിക്കുന്നത്. 200-ലധികം ആൾക്കാർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, 173-ലധികം ആൾക്കാർ ഇവിടുത്തെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതോടൊപ്പം തന്നെ 200 അല്ലെങ്കിൽ 300-ലധികം ആൾക്കാർ പോർട്ട്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അറസ്റ്റ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഇന്നലെ വരെ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. വളരെ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയാണെന്നായിരുന്നു സ്റ്റുഡൻസ് യൂണിയൻസുകൾ ക്ലെയിം ചെയ്തിരുന്നത്. പോലീസ് വളരെ ക്ഷമയോടുകൂടി അവർ ഡീൽ ചെയ്യുകയായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ വളരെ ക്ഷമയോടുകൂടി ഡീൽ ചെയ്യുകയായിരുന്നു. എന്നാലും ഇന്നലെ രാത്രി ആ ഒരു സ്ഥിതി മാറി. 2ാമത്തെ നിലയിലേക്ക് ഏണി വെച്ച് കയറി 200-ലധികം പോലീസ് ഫോഴ്സ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ ലൈബ്രറിയിലും ഹാമിൽട്ടൺ ഹാളിലും ഉണ്ടായിരുന്ന, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഹാമിൽട്ടൺ ഹാൾ വളരെ പ്രശസ്തമായ ഒരു ഇതാണ്. കാരണം അമേരിക്കയിൽ ഇതിനു മുമ്പ് 4 പ്രശസ്തമായ സ്ട്രൈക്കുകളാണ് നടന്നിരിക്കുന്നത്, സ്റ്റുഡന്റ് അജിറ്റേഷൻസ് ആണ് നടന്നിരിക്കുന്നത്. ആദ്യമായിട്ട് 1968 അത് വിയറ്റ്നാമിന് വാറിന് വേണ്ടി എഗിൻസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഫ്രീ സ്പീച്ച് എന്നുള്ള മുദ്രാവാക്യമായിട്ട് 1970, പിന്നെ 1985 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന അപ്പാർത്തൈഡ്, അതിനൊക്കെതിരായിട്ടായിരുന്നു. അതിനുശേഷം കണ്ട ഏറ്റവും വലിയൊരു സ്റ്റുഡന്റ് മൂവ്മെന്റിലേക്കാണ് ഈ ഒരു മൂവ്മെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്
മാത്രമല്ല ഈ ഒരു പ്രതിഭാസം സ്ലോലി ഒരു ഗ്ലോബൽ പ്രതിഭാസമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. കാനഡയിൽ നിന്നും UK-യിൽ നിന്നും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല ദേശങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ സ്ലോലി മറ്റുള്ള ഏരിയയിൽ നിന്ന് പ്രത്യേകിച്ചും അമേരിക്കൻ ഐക്യനാടുകളിലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ ആ ഒരു രാജ്യങ്ങളിലേക്കും പടരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതോടൊപ്പം എനിക്ക് ഇതുകൊണ്ട് പറയേണ്ടിയിരിക്കുന്നു, അക്രമാസക്തമാണ് എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് കരുതി എല്ലാ കോളേജും അടിച്ചു നിരത്തുന്ന ഒരു സംഭവത്തിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. എന്നാൽ ഇന്നലത്തെക്കാളും കൂടുതലും അക്രമാസക്തമായി കോളേജിന്റെ പ്രോപ്പർട്ടികൾ സ്റ്റുഡൻസ് നശിപ്പിക്കാൻ തുടങ്ങി. ലൈബ്രറിയിലൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ട് ചെയറുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയുന്ന സംവിധാനം കണ്ട് ഒറ്റപ്പെട്ട ഏരിയകളിൽ പാലസ്തീൻ അനുകൂലികളായ സ്റ്റുഡൻസും ഇസ്രായേൽ അനുകൂലികളായ സ്റ്റുഡൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയേറ്റം ചെയ്യുന്ന സ്ഥിതിഗതികൾ വരെ എത്തി. അവിടെയാണ് പോലീസ് കർശനമായിട്ട് ഇടപെട്ടത്. ഓരോ ഏരിയയിൽ പോലീസ് റബ്ബർ ബുള്ളറ്റ് ഫയർ ചെയ്ത് കുട്ടികളെ സ്റ്റുഡൻസിനെ ഡിസ്പേഴ്സ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ജസ്ന തിരോധാന കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം CJM കോടതി വിധി പറയും. കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം CBI കോടതിയെ അറിയിച്ചിരുന്നു. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആധാരമായ തെളിവുകൾ സീൽ വെച്ച കവറിൽ സമർപ്പിക്കാൻ ജസ്നയുടെ പിതാവ് ജെയിംസിനോട് തിരുവനന്തപുരം CJM കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതും ഇന്ന് സമർപ്പിച്ചേക്കും. VV വിനോദ് ചേരും. വിനോദ്, വിവരങ്ങൾ. കേസിൽ CBI അന്വേഷണം അവസാനിപ്പിച്ച നിലയിലായിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് CJM കോടതിയിൽ കൈമാറുകയും ചെയ്തു. എന്നാൽ ജസ്നയുടെ പിതാവ് തടസ്സ ഹർജി നൽകുകയായിരുന്നു. ഇതിൽ പറഞ്ഞത് ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ കരുതുന്നു. എന്നാൽ ഈ മരണത്തിൽ ഒരു അജ്ഞാത സുഹൃത്തിന് ബന്ധമുണ്ട്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ CBI പരിശോധിക്കുകയോ ആ വഴിയിൽ അന്വേഷണം നീളുകയോ ചെയ്തില്ല. രക്തം പുരണ്ട വസ്ത്രം ജസ്നയുടെ മുറിയിലുണ്ടായിരുന്നു എന്ന് പിതാവിന്റെ ഹർജിയിൽ പറയുന്നു. എന്നാൽ അങ്ങനെ ഒരു വസ്ത്രമില്ല എന്ന് ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പറഞ്ഞു. ഈ കാര്യം തന്നെയാണ് CBIയും ആവർത്തിക്കുന്നത്. എന്നാൽ CBI ഉദ്യോഗസ്ഥൻ നേരിട്ട് കോടതിയിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന നിലപാട് കോടതി സ്വീകരിച്ചു. തുടർന്നാണ് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ CBI ഉദ്യോഗസ്ഥൻ കോടതിയിൽ എത്തുകയും അന്വേഷണം അവസാനിപ്പിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ജസ്നയുടെ പിതാവിന് കൈമാറാം, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് CBI കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ, അതായത് ഈ കൈവശമുണ്ട് എന്ന് പറയുന്ന വിവരങ്ങൾ കവറിലാക്കി കോടതിയിൽ കൈമാറണം എന്ന ഒരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം CJM കോടതി ജസ്നയുടെ പിതാവിനോട് ആവശ്യപ്പെട്ടത്. ഈ തെളിവുകൾ കൈമാറണം എന്ന ആവശ്യം ഇത് ഇന്ന് കൈമാറിയേക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഒരുപക്ഷെ ഇതിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇത് ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ കൈവശം തെളിവുകൾ ഉണ്ട് എന്ന വാദം മാത്രമാണെങ്കിൽ ഒരുപക്ഷെ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും. ജസ്ന കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം CJM കോടതി ഇന്ന് വിധി പറയും. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ്. മറ്റൊരു വാർത്തയിലേക്ക്. KSRTCയിലെ ജീവനക്കാരായിരുന്ന കാലത്ത് സമ്പാദിച്ച ചെറിയ സമ്പാദ്യമാണ് കൃഷ്ണൻകുട്ടി ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. ചതി മനസ്സിലാകാതെ നിക്ഷേപിച്ച കൃഷ്ണൻകുട്ടി ഇന്ന് വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നീക്കിവെച്ച പണമാണ് CPM ഭരിക്കുന്ന ബാങ്കിൽ നിന്നും കൃഷ്ണൻകുട്ടിക്ക് നഷ്ടമായത്. വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നവരാണ് ഈ ബാങ്കിന്റെ തട്ടിപ്പിൽ പെട്ടുപോയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കൃത്യമായ വിവരം. പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടി KSRTCയിൽ ജോലി ചെയ്ത് അവിടെ നിന്നും കൃത്യമായ ശമ്പളമൊന്നും കിട്ടാത്ത സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ കിട്ടിയ ചെറിയ പൈസ കൊണ്ട് നിക്ഷേപിച്ചു. പക്ഷെ ആ പൈസ തിരിച്ച് കിട്ടാനാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ ബാങ്ക് കൃത്യമായ നിക്ഷേപവും അല്ലെങ്കിൽ ലോണും തമ്മിലുള്ള വലിയ അന്തരം ഏതാണ്ട് 8 കോടിയോളം രൂപ, അതായത് 8-നും 10 കോടിക്കും ഇടയിലുള്ള രൂപ മിസ്സിംഗ് ആണ് എന്നാണ് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ബാങ്ക് പണം കിട്ടുന്നതനുസരിച്ച് തിരിച്ചു തന്നുകൊള്ളുമെന്നും പിന്നെ ബാങ്കിൽ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ബാങ്കിൽ അവർക്ക് പൈസ വന്നു കഴിഞ്ഞാൽ തരാനുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ടാകണമെന്നും ഒക്കെയാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു നിശ്ചിത പൈസ എനിക്ക് മാസം തോറും തരാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും തന്നെ വാക്ക് പാലിക്കുകയോ ഇതൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് നിക്ഷേപം കൂടുതലും വായ്പ കുറവുമാണെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഇതുപോലെ ഈ പൈസയുടെ പ്രതിസന്ധി ഉണ്ടാകുകയും പിന്നെ പൈസ കിട്ടാതെയൊക്കെ ആയതും. എന്തായാലും സ്വന്തക്കാരെ തിരികെ കയറ്റുക, ഒപ്പം തന്നെ ഭരണാനുകൂലം, ഇപ്പോൾ CPM ആണ് കഴിഞ്ഞ 10-15 വർഷത്തിലധികമായി ഈ ബാങ്ക് ഭരിക്കുന്നത്, അത്തരക്കാരെ തിരികെ കയറ്റുന്നു.
പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തും കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ നിക്ഷേപകരെ സ്വരൂപിക്കുന്നു. പക്ഷേ ലോണോ അങ്ങനെ തിരിച്ചടവുള്ള ലോണുകൾ ഉണ്ടാകുന്നില്ല. സ്വന്തക്കാർക്ക് തന്നെ ലോൺ കൊടുത്തുകൊണ്ട് ബാങ്കിനെ ഫലത്തിൽ നശിപ്പിക്കുന്ന നിലയാണ് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിക്ഷേപം സ്വീകരിച്ച പൈസ ഇപ്പോൾ പൈസയായിട്ടോ ലോണായിട്ടോ ഇല്ലെന്നുള്ളതാണ് വസ്തുത. അതായത് അത് ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല. ഈ ഭരണസമിതിയും മുൻ ഭരണസമിതിയും എല്ലാം ഇതിനകത്ത് അന്വേഷണം വന്നാൽ ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം പണം മിസ്സിംഗ് ആണ്. 10 കോടി രൂപയോളം ഏകദേശം മിസ്സിംഗ് ആണ്. അതിൽ 10 ഇല്ലെങ്കിൽ പോലും ഒരു 8 കോടി രൂപയോളം എങ്ങനെയാണേലും മിസ്സിംഗ് ഉള്ളെന്ന കാര്യത്തിൽ സംശയമില്ല. കുറച്ച് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട ജീവനക്കാരും മറ്റു എല്ലാമാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും അതുമായിട്ടൊരു ലിങ്കുണ്ട്. ആയതുകൊണ്ട് ആ അന്വേഷണം വഴിമുട്ടിച്ച് നിർത്തുന്നതാണ്. അതാണ് അറിയാൻ പറ്റുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. സഹകരണ വകുപ്പിന് നൽകിയ പരാതിയിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈരാറ്റുപേട്ട ബാങ്കിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, സംസ്ഥാനത്തെ ബാങ്കുകളിലൊക്കെ സഹകരണ വകുപ്പിന്റെ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും നടക്കാറുണ്ട്. പക്ഷേ ഈരാറ്റുപേട്ടയിൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയത്ത് നജി ശ്രീജിത്ത്, ന്യൂസ് 18. ഇടുക്കിയുടെ ലോ റേഞ്ച് മേഖലകളിലും വന്യമൃഗ ഭീഷണി വ്യാപകമാണ്. തൊടുപുഴയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ്. നഗരത്തിൽ പാറക്കടവ് ഭാഗത്ത് പുലി സാന്നിധ്യം ഉള്ളതായി വനം വകുപ്പും സ്ഥിരീകരിക്കുന്നു. കരിങ്കുന്നം, മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇല്ലിച്ചാരിമലയിൽ പുള്ളിപ്പുലിയെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിൽ പുലി സാന്നിധ്യം എപ്പോഴുമുണ്ടെങ്കിലും ലോ റേഞ്ചിൽ അപൂർവമായാണ് പുലിയെ കാണുന്നത്. 3 ആഴ്ച മുൻപ് കരിങ്കുന്നം പ്രദേശത്ത് പുലിയെ കണ്ടതിന് പുറമെയാണ് തൊടുപുഴ ടൗണിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കരിങ്കുന്നം, മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇല്ലിച്ചാരിമലയിൽ കണ്ട പുള്ളിപ്പുലി തന്നെയാണ് തൊടുപുഴ പാറക്കടവിലും എത്തിയതെന്നാണ് നിഗമനം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുനരിയുടെ ജഡം കിട്ടിയതോടുകൂടിയാണ് പ്രദേശത്ത് പുലിയിറങ്ങിയതായി സംശയം ബലപ്പെട്ടത്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നതായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന പുലിയെ പിടികൂടിയില്ലെങ്കിൽ ജനകീയ സമരം നടത്തുമെന്നും ഡീൻ പറഞ്ഞു. മുട്ടത്ത് ഇല്ലിച്ചാരി അത് പുലിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഈ ഒരു വിധത്തിൽ വിനാശകരമായ വിധത്തിൽ വന്യമൃഗങ്ങൾ, ക്രൂരമായ വന്യമൃഗങ്ങൾ, കടുവയും പുലിയുമാണ് നാട്ടിലൂടെ ഇറങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ അലംഭാവം ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് അങ്ങേയറ്റം ഗുരുതരമായ ഭവിഷ്യത്ത് വരുത്തിവെക്കും. ജനങ്ങളാകെ നിരാശയിലാണ്, ജനങ്ങളാകെ അരക്ഷിതാവസ്ഥയിലാണ്. ഏറ്റവും വലിയ ജനവാസ കേന്ദ്രങ്ങളിലൂടെ പുലിയും കടുവയും ഇറങ്ങി നടക്കുന്ന ഒരു ദുസ്ഥിതി നാടിനെ ഇവർ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോഴും യാതൊരു തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങേയറ്റം ഗുരുതരമായ ഈ സ്ഥിതി ഉണ്ടാകാൻ പാടില്ലാത്തതായി. കഴിഞ്ഞ ദിവസം രാത്രി മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗമായ കാത്തോലിയിൽ പുലിയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ജനവാസ മേഖലകളിൽ പുലി ചുറ്റിക്കറങ്ങുന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. നിരന്തരമായിട്ടും പല ഭാഗങ്ങളിൽ ഈ ആട്, കോഴി, പട്ടി അങ്ങനെ 10-15ഓളം പട്ടികളെ കാണാതാകുകയും ഈ ചിറ്റാനപ്പാറ സാവുവിൻ്റെ വീട്ടിൽ വന്ന് പിന്നെയും ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയും അവർ കാണുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുലിയാന്ന് പറഞ്ഞു. അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പതിക്കുകയും ചെയ്തു. ഇപ്പം ജനവാസ മേഖലയിലോട്ട് ഈ പുലി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും വളരെ ഭീതിയിലാണ് കഴിയുന്നത്. കരിങ്കുന്നം പഞ്ചായത്തിലെ 5-6 വാർഡുകളിൽപ്പെട്ട ഇല്ലിച്ചാരിയിലാണ് ആദ്യം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രദേശത്ത് 2 തവണയായി കൂടുവെച്ചെങ്കിലും ഇതുവരെ പുലി കുടുങ്ങിയിട്ടില്ല. ഇതിനിടെ അമ്പലപ്പടിയിലെ പുലിമടയ്ക്ക് സമീപത്തുള്ള ക്യാമറയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പുലിയുടൻ കുടുങ്ങുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി നമ്പ്രം ഷൊർണൂർ തീരദേശപാതയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ട് 8 വർഷമായിട്ടും നടപടികൾ കടലാസിൽ തന്നെ. പുതിയ പാലത്തിന്റെ പുതുക്കിയ രൂപരേഖയിൽ തീരദേശപാത ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പദ്ധതി നീണ്ടുപോകുകയാണ്. 2015 ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് 2016 ഭരണാനുമതി ലഭിച്ചത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉള്ളവർക്ക് യാത്രാ ദുരിതം കുറയ്ക്കുന്നതിനും
സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതുമാണ് പദ്ധതി. പട്ടാമ്പി നഗരസഭയിലെ കമാനം റോഡ് മുതൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ചെങ്ങണാംകുന്ന് കാരമണ്ണ വഴി ഷൊർണൂർ നഗരസഭയിലെ പരുത്തിപ്പറയിലേക്ക് ഷൊർണൂർ നഗരത്തിലേക്കും ചെറുതുരുത്തി പാലത്തിലേക്കും എത്തിച്ചേരും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ പട്ടാമ്പി പാലം മുതൽ ചെങ്ങണാംകുന്ന് വരെയാണ് റോഡുള്ളത്. ഈ റോഡിന് 8 മീറ്റർ മാത്രമാണ് വീതി. സ്ഥലം ലഭ്യമായി റോഡ് വീതി കൂട്ടി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ നിവാസികളുടെ യാത്രകൾക്ക് വലിയ സൗകര്യമാണ് ഉണ്ടാവുക. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 1.5 കിലോമീറ്റർ പാത കൂടി നവീകരിച്ചാൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനും സാധിക്കും. അതേസമയം ഭരണാനുമതി ലഭിച്ച് 8 വർഷമായിട്ടും പദ്ധതി പ്രവർത്തനം എങ്ങുമെത്തിയില്ല. പഠന റിപ്പോർട്ട് തയ്യാറാക്കി സർവേ നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താനാകൂ. ജനവാസ മേഖലയായ ഈ പ്രദേശങ്ങളിൽ യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങളാണ് ഏക ആശ്രയം. റോഡ് യാഥാർത്ഥ്യമായാൽ പ്രദേശത്ത് ഗതാഗത സൗകര്യവും മെച്ചപ്പെടും. ന്യൂസ് 18 പട്ടാമ്പി. എന്താണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം? റിപ്പോർട്ട് കാണാം. UK ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രസെനക്ക നിർമ്മിച്ച കോവിഡ് വാക്സിനായ കോവിഷീൽഡ് ചുരുക്കം ചിലരിൽ ഗുരുതര പാർശ്വഫലമുണ്ടാക്കുന്നതായി കമ്പനി സമ്മതിച്ചതോടെ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ചിലരിൽ മാത്രം TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം പോലുള്ള അപൂർവ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്നാണ് കമ്പനി സമ്മതിച്ചിരിക്കുന്നത്. കോവിഷീൽഡ് വാക്സിൻ നിരവധി മരണങ്ങൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി പരാതികൾ കമ്പനിക്കെതിരെ നിലനിൽക്കുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത്. ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത് പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. എന്താണ് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം അഥവാ TTS? കോവിഡിനെതിരെ വാക്സിനേഷൻ സ്വീകരിച്ച വ്യക്തികളിൽ കാണപ്പെടുന്ന അപൂർവ രോഗമാണ് TTS. സെറിബ്രൽ വെനസ് സൈനസ് ത്രോംബോസിസ് എന്നറിയപ്പെടുന്ന രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയ്ക്ക് സമാനമാണിത്. തലച്ചോറിൽ നിന്നുള്ള രക്തപ്രവാഹം തടയുന്നതിന് വാക്സിൻ കാരണമാകുന്നുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തസ്രാവമോ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയോ ചെയ്യാമെന്നും വിലയിരുത്തുന്നു. കൂടാതെ ഈ രോഗാവസ്ഥയുള്ളവർക്ക് പലപ്പോഴും തലച്ചോറിലും ആമാശയത്തിലുമാണ് രക്തം കട്ടപിടിക്കുന്നത്. നിലവിൽ വാക്സിൻ സ്വീകരിച്ച ചില ആളുകളിൽ TTS കണ്ടെത്തിയതായും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇതിൽ 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് കൂടുതലായും ഈ രോഗാവസ്ഥ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. എങ്കിലും രക്തം കട്ടപിടിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനുകളെ ആക്രമിക്കുന്ന ആന്റിബോഡികൾ നിർമ്മിക്കുന്നതിലൂടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം വാക്സിനോട് പ്രതികരിക്കുന്നതിനാലാണ് ഈ രോഗാവസ്ഥ സംഭവിക്കുന്നതെന്നാണ് കരുതുന്നത്. നിലവിൽ വാക്സിൻ സ്വീകരിച്ച ആളുകളും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ 100 മില്യൺ പൗണ്ടിൽ കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് 51 കേസുകളാണ് UK ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. വാക്സിൻ എടുത്ത ശേഷം രക്തം കട്ടപിടിച്ചെന്ന് ആരോപിച്ച് ജാമി സ്കോട്ട് എന്നയാളാണ് ആദ്യം കേസ് ഫയൽ ചെയ്തത്. 2021 ഏപ്രിലിൽ വാക്സിനേഷൻ എടുത്തതിനു ശേഷം തന്റെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായും രക്തസ്രാവം ഉണ്ടായതായും സ്കോട്ട് പരാതിയിൽ പറയുന്നു. പ്രധാന ലക്ഷണങ്ങൾ: കഠിനമായ തലവേദന, വയറുവേദന, കാലുകളിൽ നീര്, ശ്വാസതടസ്സം, മലബന്ധം എന്നിവയാണ് TTSന്റെ ചില ലക്ഷണങ്ങൾ. വാക്സിനേഷനു ശേഷം ആളുകളിൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. മെക്സിക്കോയിൽ വാമ്പയർ ഫേഷ്യൽ ചെയ്ത 3 സ്ത്രീകൾക്ക് HIV ബാധിച്ചതായി റിപ്പോർട്ട്. ആ വാർത്തയിലേക്ക്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പലവിധത്തിലുള്ള സൗന്ദര്യവർദ്ധക രീതികൾ ഇന്ന് നിലവിലുണ്ട്. ഫേഷ്യലുകൾ അതിൽ സർവ്വസാധാരണമായ കാര്യമാണ്. ഫേഷ്യലുകൾ തന്നെ പലവിധമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് അല്പം അപകടം പിടിച്ച പണിയാണ്. ന്യൂ മെക്സിക്കോയിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാത്ത മെഡിക്കൽ സ്പായിൽ നിന്ന് ഏറെ പ്രശസ്തമായ വാമ്പയർ ഫേഷ്യൽ ചെയ്ത 3 സ്ത്രീകൾക്ക് HIV പിടിപെട്ടതായി അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കോസ്മെറ്റിക് ഇഞ്ചക്ഷനെ തുടർന്ന് HIV പിടിപെടുന്ന ആദ്യ സംഭവമാണിത്. ന്യൂ മെക്സിക്കോയിലെ ഒരു മെഡിക്കൽ സ്പായിൽ നിന്ന് വാമ്പയർ ഫേഷ്യൽ ചെയ്ത 3 സ്ത്രീകൾക്ക് HIV ബാധിച്ചതായി US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റിപ്പോർട്ടിൽ പറയുന്നു.
2018 മുതൽ 2023 വരെ ക്ലിനിക്കിൽ നടത്തിയ അന്വേഷണത്തിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഡിസ്പോസിബിൾ ഉപകരണങ്ങൾ വീണ്ടും ഉപയോഗിച്ചതായി തെളിഞ്ഞതായി DCC റിപ്പോർട്ട് പറയുന്നു. 2018 ന്യൂ മെക്സിക്കോയിലെ ആരോഗ്യ വിഭാഗം സ്പായെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. അപകട സാധ്യതയുള്ള ഘടകങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും 40 വയസ്സുള്ള സ്ത്രീക്ക് HIV ബാധിച്ചതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം തുടങ്ങിയത്. ഈ ക്ലിനിക്കിൽ വെച്ച് സിറിഞ്ച് ഉപയോഗിച്ചുള്ള ഒരു ചികിത്സ ഇവർ ചെയ്തിരുന്നു. അതേ വർഷം തന്നെ ഇവിടെ നിന്ന് വാമ്പയർ ഫേഷ്യൽ ചെയ്ത മധ്യവയസ്കരായ 2 സ്ത്രീകൾക്കാണ് HIV ബാധ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒരാളുടെ അണുബാധ 2019 രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെയാളുടെ അണുബാധ കണ്ടെത്തിയതാകട്ടെ 2023 കടുത്ത ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതോടെയാണ്. 40 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ളവരാണ് രോഗികളെന്ന് DCC റിപ്പോർട്ട് ചെയ്തു. സ്പായിലെ അടുക്കളയിലും റെഫ്രിജറേറ്ററിലും ഭക്ഷണത്തിനും കുത്തിവെപ്പ് ഉപകരണങ്ങൾക്കും അടുത്തായി ലേബൽ ചെയ്യാത്ത ബ്ലഡ് ട്യൂബുകളുടെ ഒരു റാക്ക് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിനു പുറമെ ഡ്രോയറുകളിലും കൗണ്ടറുകളിലും ചവറ്റുകുട്ടകളിൽ ഉപേക്ഷിച്ച നിലയിലും പൊതിയാത്ത നിലയിൽ സിറിഞ്ചുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ സ്പാ അടച്ചുപൂട്ടിയെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തിയതുൾപ്പെടെ 5 കുറ്റങ്ങൾക്ക് സ്പായുടെ ഉടമയും 60-കാരിയുമായ മരിയ റാമോസ് ടി റൂയിസിനെ പ്രോസിക്യൂട്ട് ചെയ്തു. 3.5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് അവർ വിധിക്കപ്പെട്ടു. സ്പായിൽ ജോലി ചെയ്തിരുന്ന 59 സഹായികൾക്കും വാമ്പയർ ഫേഷ്യൽ ചെയ്ത 20 പേർക്കും HIV പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്താണ് വാമ്പയർ ഫേഷ്യൽ? പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഫേഷ്യൽ എന്നും അറിയപ്പെടുന്ന വാമ്പയർ ഫേഷ്യൽ ഒരു സൗന്ദര്യവർദ്ധക മാർഗമാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നെടുക്കുന്ന രക്തം മുഖത്ത് കുത്തിവെച്ച് നടത്തുന്ന ഫേഷ്യലാണിത്. ചർമ്മകോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഈ രീതിയിലുള്ള പ്രക്രിയയ്ക്ക് കഴിയുമെന്ന് കരുതപ്പെടുന്നതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും മുഖത്തെ നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാനും മൊത്തത്തിലുള്ള ചർമ്മത്തിന്റെ നിറത്തിന് തിളക്കം നൽകാനും കഴിയുമെന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. കിം കർദിഷിയാനെ പോലുള്ള സെലിബ്രിറ്റികൾക്കിടയിൽ ഈ ഫേഷ്യൽ പ്രശസ്തമാണ്. വാമ്പയർ ഫേഷ്യലുകളിൽ വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയ പ്ലേറ്റ്ലെറ്റുകൾ കൊളാജൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ടിഷ്യൂ മെച്ചപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് NDTVയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പ്രോട്ടീനുകളാൽ സമ്പുഷ്ടമായ പ്ലാസ്മ വേർതിരിച്ചെടുക്കാൻ രക്തം ഒരു സെൻട്രിഫ്യൂജിൽ വയ്ക്കുകയും അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിച്ചെടുത്ത് വാമ്പയർ ഫേഷ്യലിനായി ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. വാമ്പയർ ചെയ്യുന്നയാളുടെ സ്വന്തം രക്തം തന്നെ ഉപയോഗിക്കുന്നതിനാൽ ഇത് സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവുമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ രക്തം ഉപയോഗിച്ചുള്ള രീതിയായതിനാൽ അപകട സാധ്യത ഏറിയതുമാണ്. അതിനാൽ പരിചയസമ്പന്നരായ ലൈസൻസുള്ള ത്വക്ക് രോഗ വിദഗ്ധരുടെയോ പ്ലാസ്റ്റിക് സർജന്റെയോ സഹായത്തോടുകൂടി മാത്രമേ ഇത് ചെയ്യാവൂ എന്നും നിർദ്ദേശിക്കുന്നു. ഫേഷ്യൽ ചെയ്തതിനു ശേഷം ചിലപ്പോൾ വേദനയോ നീരോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ഇത് അപ്രത്യക്ഷമാകും. 4 ആഴ്ച ഇടവിട്ട് 6 വാമ്പയർ ഫേഷ്യൽ ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച ഫലം നൽകുകയെന്ന് ത്വക്ക് രോഗ വിദഗ്ധനും നിക്കോളാസ് MDയുടെ സ്ഥാപകനുമായ ഡോക്ടർ കിം നിക്കോളാസ് പറഞ്ഞു. മുഖത്ത് ചുളിവുകൾ, മുഖക്കുരു പാടുകൾ, മറ്റ് ചർമ്മ പ്രശ്നങ്ങളുള്ളവർ എന്നിവർക്ക് വാമ്പയർ ഫേഷ്യൽ തിരഞ്ഞെടുക്കാമെന്ന് US ടുഡേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം. अक्षय तृतीय नहीं दिखाई पड़ती. राहुल गांधी और प्रियंका गांधी जी का कभी हाँ कभी ना, कभी लड़ रहे हैं कभी नहीं लड़ रहे हैं. अभी कुछ सुनने में आ रहा है कि शायद अब नहीं लड़ रहे हैं. इसको कैसे देखते हैं आप? देखिए, ये लोग आत्मविश्वास गवा बैठे. अपनी पुश्तैनी सीट से भी लड़ने का आत्मविश्वास नहीं है. अगर नहीं लड़ना था तो इतने समय तक सीट क्यों पेंडिंग रखी? किसी कार्यकर्ता को दे देते तो कम से कम वो जनसंपर्क तो कर सकता था. ये कंफ्यूजन जो है कहीं न कहीं लैक ऑफ सेल्फ कॉन्फिडेंस को दिखाता है. एक और बात जो है, जो चर्चा में है इस वक्त, वो ये है कि मैनिफेस्टो को कांग्रेस के देखते हुए आप लोग कह रहे हैं कि ये OBC रिजर्वेशन को काटकर मुसलमानों को दे देंगी. इसका मैनिफेस्टो नहीं, ये कर चुके हैं जी. कर्नाटक में उनकी सरकार थी, रातों रात कर्नाटक के सारे मुसलमान